വന്നപ്പോ ഇങ്ങോട്ട് പറഞ്ഞതാ ആനവാൽ കൊണ്ട് തരാന്ന്. എന്നിട്ട് എവിടെ? ആനവാലല്ല, ഒരാനയെ കൊണ്ട് തരും നിനക്ക്. പറഞ്ഞ പോലെ ചെയ്യുന്നതിനാടി പുല്ലേ ഈ പാവച്ചൻ. എവിടെ പോയി കിടക്കുകയായിരുന്നു? മതം പൊട്ടിയ ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോവുക, എന്നിട്ട് മൂന്നാം പാപ്പാനെ തോട്ടിയേപ്പിച്ച് കുടിച്ച് കൂത്താടുക. ആ ശിവൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സാർ അതിപ്പോ അതല്ല എന്റെ ചോദ്യം. അനുവാദമില്ലാതെ സർക്കാർ വക ആനയെ തടി പിടിപ്പിക്കാനും ആറാട്ടിന് എഴുന്നള്ളിക്കാൻ ഇതെന്താ നിങ്ങളെ തറവാട്ട് വക സ്വത്താണോ? സാർ അത് പിന്നെ വേണ്ട, വിശദീകരണമൊന്നും വേണ്ട. ദിവസവും ഇവിടെ നടക്കുന്ന തോന്നിയാസങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ട് കേട്ട് കേട്ട് മടുത്തു. ആഫീസറുടെ ജോലി നോക്കിയാൽ മതി. പാപ്പാൻ പാപ്പാന്റെയും. താപ്പയ്ക്കോ? തനിക്കിത് എന്തിനാടോ ഈ കുപ്പായം? ഊരി പാടത്ത് കോലം കുത്താൻ കൊടുക്ക, അതാ ഇതിൽ നല്ലത്. അത് പിന്നെ തെക്കനുമായുള്ള ആൾക്കാരും ഈ റേഞ്ചിൽ വളരെ സജീവമാണെന്നാണ് റിപ്പോർട്ട്.
അതിനെപ്പറ്റി താൻ നീട്ടി എഴുതിയ നോട്ടും ഞാൻ കണ്ടു. ആ നോട്ട് സത്യം തന്നെയാണ് സാർ. തെളിവ് കിട്ടണ്ടേ? കിട്ടത്തില്ലടോ. കാട് മുഴുവൻ വെട്ടിവെളിപ്പിച്ചാലും തന്നെ പോലുള്ളവർക്ക് തെളിവ് കിട്ടത്തില്ല. കാട്ടി പോണം, അന്വേഷിക്കണം. അന്വേഷിക്കാഞ്ഞിട്ടല്ല സാർ. AK-47 ആധുനിക ഗ്രനേഡുകളുമായിട്ട് കാട്ടിക്കയറുന്നവരെ തെരഞ്ഞുപിടിക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ ലാത്തി അല്ലാതെ വേറെ എന്തുണ്ട് സാർ? അതുകൊണ്ട് ആസ് ഗവൺമെന്റ് സർവൻസ് വി ഹാവ് ഗോട്ട് സം റെസ്പോൺസിബിലിറ്റീസ്. തോമസോടെ ഇന്ന് തോമസിന്റെ അപ്പന്റെ ആണ്ട 3 വർഷം. പുറംകാലുകൊണ്ട് തന്ന നീ ചളിങ്ങി പോകട്ടാ. അങ്ങനെ അവിടെ കേട്ടോ വിശ്വനാഥ, അനന്തന്റെ വീറും വാശിയും നേരിട്ട് കണ്ടാലേ നിനക്ക് മനസ്സിലാവും. അല്ല എന്ന് വെച്ച് ഞാൻ പേടിച്ചോ? ഇല്ല. എന്റെ നേർക്ക് പാഞ്ഞു വന്ന അവനെ ലലാട്ട് വർണ്ണം നോക്കി ചൂണ്ടി അവിടെ ഞാൻ ഇവൻ പേടിച്ചൂറിയാണെങ്കിലും എങ്ങനെ അവൻ തളച്ചു കേട്ടോ. കളിയാക്കണ്ടാനേ, ഇത് കൂടുതലല്ല സത്യം. ഇതങ്ങനെ ഇത് അപ്പലാണ് സത്യം. ഓ അറിയാം, ഞാൻ കണ്ടതല്ലേ മർമാണി പാപ്പാൻ അമ്പലപ്പറമ്പിൽ നിന്ന് കോണവും പറത്തിക്കൊണ്ട് ഓടിയത്. കോണവും പറപ്പിച്ചുകൊണ്ട് ഓടിയതേ നിന്റെ ആശയം പരുന്തുഭാവത്തിനാ. ഞാൻ ഓർത്തില്ല. ഇനിയെന്താ കൂടെയുള്ളവർ ഓടിയപ്പോ കോണം പറപ്പിക്കാതെ ഞാനും ചെറുതായിട്ടൊന്നും ഓടി. അത് ഓടിയത് കൊണ്ടാ താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആനയ്ക്കും പാപ്പാനും കഞ്ഞി വെച്ചും ആനയെ കുളിപ്പിച്ചും പനമ്പട്ട വെട്ടിയും താൻ ഇങ്ങനെ എത്ര നാൾ കഴിയും? ഇനിയെങ്കിലും ഈ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നിർത്തി ആനച്ചട്ടം പഠിച്ച് പാപ്പാനാകാൻ നോക്ക്. ഈ ആനച്ചട്ടവും ശാസ്ത്രവും പഠിപ്പിക്കാൻ നീ ആരാ? പ്രായിക്കൽ പാപ്പാൻ ചളിയാണ്. ഈ വെട്ടിപ്പും തട്ടിപ്പ് ഞാൻ എമ്പണ്ടേ നിർത്തി. എന്നിട്ടാണോ താനും ആ പരുന്തും കൂടി അനന്തനെ ആരും അറിയാതെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുന്നള്ളിച്ചത്? കൊണ്ടുപോണതിന് മുമ്പ് തനിക്കെങ്കിലും എന്നോട് ഒരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? കൊച്ചുപാപ്പന്റെ പണി നോക്ക്. ഒന്നാം പാപ്പൻ പറഞ്ഞ മൂന്നാം പാപ്പൻ അനുസരിക്കണം. അതാ ഈ ആനപ്പന്തിൽ നിയമം. നടവയ്ക്കാനെ ഈ കള്ളക്കൊത്തും കള്ളക്കാശും കൂടുമ്പോ നെറിയുള്ള ആനയും ഇടയും. അപ്പോഴാ ആനച്ചോറ് കൊലച്ചോറാവുന്നത്. കേട്ടോ? മതം പൊട്ടിയ ആനയെ തളച്ച കൊച്ചുപാപ്പാൻ. ആശാനെ അത് വേണ്ടടാ. വാവത്തിനേക്കാൾ വലിയൊരു പാപ്പാൻ ഈ പന്തി വേണ്ട. വേണോന്ന് ആര് പറഞ്ഞു? കൊലവിളിയുമായി ആന അമ്പലപ്പറമ്പിൽ പാഞ്ഞു നടന്നപ്പോ ഒന്നാം പാപ്പാൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയാണെന്ന് ചോദിക്കാൻ നീ ആരടാ? എന്റെ അമ്മയുടെ നായരോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടാ? തലപ്പത്തിരിക്കുന്നവരുടെ സേവ പിടിക്കാൻ കൂട്ടത്തിലുള്ളവരെ ഒറ്റുന്ന പൊട്ടി. വേണ്ട ആശാനെ, വേണ്ട. ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ ആരെയും ഒറ്റിയിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ഒറ്റിയിട്ടില്ലല്ലേ? പിന്നെങ്ങനെയാണ് പന്തിയിലെ കാര്യങ്ങൾ മേലാഫീസർമാർ അറിയുന്നത്? എനിക്കറിയില്ല ആശാനെ. നിനക്ക് അറിയത്തില്ലല്ലേ? എന്തായത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആവച്ചാ ചെവി തിന്നാൻ ചെല്ലുമ്പോ ഓർക്കണോടാ, തന്തയില്ലാത്തരം പറഞ്ഞ ഇതാ അനുഭവം. എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ അയാളെ ഒറ്റയിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലാതെ ഞാൻ ആരെയും പിന്നീന്ന് കുത്താറില്ല. കുത്തണമെങ്കിൽ ശിവൻ നേരിട്ട് കുത്തും. ഇവന്റെ അടുത്തൊക്കെ വഴക്കിനും മക്കാണത്തിനും പോകരുതെന്ന് ഞാൻ ശിവനോട് പറഞ്ഞിട്ടില്ലേ? ആ പോത്തിനെ പണക്കിട്ട് ആർക്കെങ്കിലും ഈ പന്തിയിൽ കഴിയാൻ പറ്റുമോ? ഒരുപാട് തല്ലിയല്ലേ? പിന്നെ ഇനിയും കൂടുതൽ മെക്കിട്ട് കയറാൻ വന്ന ബാവച്ചൻ ഗുരുവാന്നൊന്നും നോക്കണ്ട ശിവ. താമാ സാരമില്ലടി പെണ്ണെ, ഇതൊക്കെ ആനപ്പന്തി പതിവാ. പിന്നെ ചോദിക്കാനും പറയാനും എനിക്ക് ആരും ഇല്ലാത്തോണ്ട് ആർക്കും എന്തോ ആകല്ലേ.
ആനമാര് പല കൊടുത്തു വിടും. അത് കേട്ട് ആനപ്പന്തയിൽ പകയും പടയൊന്നും പാടില്ല ബാബച്ച. കുന്നായ്മയും തരിയുടെയും എന്നോട് കാണിച്ച തല്ലും. ആനയായാലും ശരി, ആളായാലും ശരി. ആ അത് ശരി. ഇവന്റെ ഉണ്ടല്ലോ ആനക്കത്തി, അവൻ അതെടുത്താലോ? ചാവും, ആരേലും ഒരാൾ ചാവും. അതാണല്ലോ പാപ്പാമാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കത്തിക്ക് മൂർച്ച കുറയും ഇങ്ങോട്ട് കൊണ്ടുപോരും, ചാണയ്ക്ക് വെക്കും. ഗൗരി, ബാബത്തിന് കുടിക്കാൻ കുറച്ച് വെള്ളം കയറി വേണേ. കുടുംബത്തിൽ വരുന്ന ആമ്പളന്മാർക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തെന്ന് വെച്ച് നിന്റെ കയ്യിൽ വളയൊന്നും ഊരിപ്പോകത്തില്ല. കാളയടത്തി എന്നാലും അങ്ങനാണോ? നാളെ നിനക്ക് വെച്ചു കൊടുത്ത് തരേണ്ടവളല്ലേ ഇവള്. അതിന് വേറെ ആളെ നോക്കണം. അത് ശരി. പിടിയാനെ അടഞ്ഞു കാണുന്നതാ എപ്പോഴും കൊമ്പൻ ഇഷ്ടം. ഇതെല്ലാം താൻ തന്നെ ഉണ്ടാക്കി തന്നതാ. മനുഷ്യരെ കൊല്ലാൻ പോലും കൊള്ളാതായി, പിന്നെ മരമങ്ങനെ മുറിയും. അത് ശരി. പരുന്തിനെ നമ്മൾ നോക്കിട്ട് എവിടെ കാണാനാ? അതെങ്ങനെ? ഇവിടെ വന്ന് അടയിരിക്കല്ലേ അല്ലേ വാവച്ച? എടാ ആറ്റാപ്പൂ, നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ടേ ചേട്ടോ, ഒന്ന് വേഗം വേണം. പണിക്കാരെല്ലാം അവിടെ കാത്തു നിൽക്കുക. നേരം വെളുക്കണതിന് മുമ്പ് ലോഡ് അവിടെ ചെന്നില്ലെങ്കിൽ തെക്കനിങ് എത്തും. പിന്നെ അറിയാലോ പുകയില്. നോക്കാനും പറയാനും ആരും ഇല്ലെന്ന ശിവേട്ടന്റെ വിചാരം. ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ആരുണ്ടായിട്ട് എന്താ കാര്യം? 10ാം ക്ലാസ് പാസ്സായപ്പോ പിന്നെയും പഠിക്കണമെന്നായിരുന്നു. പക്ഷേ പഠിച്ചത് ആനപ്പണിയാ. ആനപ്പണിക്ക് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല, നല്ല പണിയല്ലേ. തല്ലാനും കൊള്ളാനും ചിലപ്പോ മതം പൊട്ടിയ കൊമ്പന്റെ കൊമ്പിൽ തീരാനും പറ്റിയ പണി. നച്ചുല്ലൊന്നും പറയണ്ട കേട്ടോ. ആനപ്പണിക്ക് വന്നോണ്ടല്ലേ എനിക്ക് ശിവേട്ടനെ കാണാൻ പറ്റിയേ. ഇപ്പൊ ആ ഒരു സമാധാനം മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്നേ ഈ നശിച്ച പണിയും കളഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയനെ. പോണം, എന്നെങ്കിലും ഒരു ആനയും സ്വന്തമാക്കി നിന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും. മൂപ്പനോട് ഞാൻ പറയട്ടെ. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല. അടിക്കണം, തിരിച്ചടിക്കണം. ആനക്കത്തി കയ്യിലുണ്ടായിരുന്നില്ലേ? കുത്തി മലത്താമായിരുന്നില്ലേ പരുന്തിന്? കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ ഓർക്കുമ്പോ വഴക്കും വക്കാണൊന്നും വേണ്ടെന്ന് തോന്നും. പോരാത്തതിന് എന്നെ ആനച്ചട്ടം പഠിപ്പിച്ച ആശാനാ. ആശാനായാലെന്താ? തെമ്മാടിത്തരം കാണിച്ച ആശാനെയും തല്ലണം. എന്റെ ആശാനെ ഞാൻ തല്ലിയിട്ടുണ്ട്, ജാക്കിലി വരവുണ്ട്. അതാ ഇപ്പോഴും കിളി. കിളി മുറ്റിയ ഡ്രൈവറാകുന്നത് നീ നോക്കിക്കോ. ചന്ദ്രൻ ഓടിക്കുന്ന ലോറി ഈ മുറ്റത്തോ നിൽക്കും. നിന്റെ തന്ത മൂപ്പനോട് പറഞ്ഞേക്ക്. എന്ത് സാധനം? അയ്യോ ആന! ഓയ്യോ ആന പുണ്ടി! എവിടെ നോക്കിയാടോ? ആരാണ് ഈ പണ്ടാരക്കാലം ശാസ്ത്രത്തിൽ കാവലെടുത്തേ? अरे ओ वीरप्पन जी, इधर आओ बेटा. ഹാത്തി വീരപ്പന്റെ സ്വന്തം അളിയന്റേതാ. അയ്യോ, അളിയൻ പ്രമാണിയതായിരുന്നോ? എങ്കിൽ 2, 3, 4 ഹാത്തികളെ ഷാപ്പിന് മുമ്പിൽ നിർത്തട്ടെ. സാത്തി മേരാ ഹാത്തി. നൈ നൈ, ഹാത്തി മേരാ സാത്തി. അച്ഛാ 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 അച്ഛാ. ലവനപ്പാ, ഒരു ബോട്ടിൽ ഇങ്ങോട്ട് പോയി നേരത്തെ. ഇന്ന് എന്റെ കാക്കയുടെ പിറന്നാളാ, ഒന്ന് ആഘോഷിക്കണം. അത് ശരി, വാവച്ചനാശാന്റെ പെങ്ങളെ പിറന്നാളാണെന്നല്ലേ? ആ, ഇന്നത്തെ എല്ലാ ചെലവുകളും വാവച്ചനാശാന്റെ വക. ഓ, ഞാനതങ്ങ് മറന്നുപോയി. എടാ, എന്റെ പുന്നാര പെങ്ങടെ പിറന്നാളിന്റെ കാര്യോ പറഞ്ഞേ. എന്നാലേ ഒരു സ്പെഷ്യൽ സമ്മാനം വാങ്ങി എനിക്കിത് നേരത്തെ വീട്ടിലെത്താം. ആ, ഞാനും വരുന്നളയാ. അല്ലെങ്കിൽ പിന്നെ അവക്ക് അത് മതി വണങ്ങാൻ. പുന്നരാ, നീ ആനയൊന്നും തുളച്ചേര്. ധന്യവാദ്. കാക്കയെന്ന് മലന്ന് പറക്കുമല്ലോ. എന്തു പറ്റി എന്റെ പുന്നാര ആങ്ങളയ്ക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നാൻ? ഒരേ ഒരു പെങ്ങളെ പിറന്നാളല്ലേ, എന്നെക്കാൾ ഇക്കാര്യം
എന്റെ അളിയനാണ് നല്ല ഓർമ്മ അല്ലേ അളിയാ? അതെനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ അളിയാ. ആ എന്റെ പുന്നാര പെങ്ങക്ക് പുന്നാര ആങ്ങളയുടെ പിറന്നാൾ സമ്മാനം. ആ പൊയ്ക്കോ. ആ അത് മാറ്റി കൊടുക്ക. സാർ തെക്കന്റെ ലോഡാ. പാസ് എവിടെ? തെക്കന്റെ ലോഡിനാരും പാസ് ചോദിക്കാറില്ല. തെക്കൻ്റെതായാലും ശരി വടക്കൻ്റെതായാലും ശരി, ഇന്ന് ഈ ലോഡ് പോണെങ്കിൽ പാസ് വേണം. വണ്ടി ഒതുക്കിടാ. പോക്കൃത്തരം കണ്ടില്ലേ സാർ? ചെക്ക് പോസ്റ്റ് തിരിച്ച് തകർത്തിട്ടാ പോയത്. അവന്റെ അമ്മയുടെ പിണ്ടം വയ്ക്കാൻ പാലം കിടക്കുന്നതിന് മുമ്പ് പിടിക്കാം സാർ. നിക്ക്. താൻ ചെറുപ്പമാ, ഉശിരും വീറും ഒക്കെ നല്ലതാ. പക്ഷേ കാട്ടുകള്ളന്മാരെ തടയാൻ അത് മാത്രം പോരല്ലോ തോമസേ. മീശ വെച്ചാൽ ആണാകില്ല സാർ, നട്ടല് വേണം. തോമസേ സൂക്ഷിച്ച് സംസാരിക്കണം. തന്നേക്കാൾ പ്രായവും സർവീസും എനിക്കാ കൂടുതൽ. അതുകൊണ്ട് തിന്നുന്ന ചോറിന് നന്ദി കാണിക്കാൻ പാടില്ല എന്നുള്ളൂ സാർ. മതി. തന്നേക്കാൾ വീറുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുറുക്കനും നരിയും ചവച്ചു തുപ്പി അവരുടെയൊക്കെ ശവശരീരം കണ്ടു കിട്ടുമ്പോ ദുഃഖിക്കാൻ ആരും കാണത്തില്ലടോ. തന്റെ അപ്പന്റെ അനുഭവം ഓർമ്മയില്ലേ? വണ്ടി വിടോ. ഒരു ആന വീണിരിക്കുന്നു. ചിറ്റാൻമലയുടെ വാരിക്കുഴിയില് ഒരു ആന വീണിരിക്കുന്നു. കൊമ്പൻ മൂപ്പനെന്തി? അപ്പാ അപ്പാ എന്താടി എന്താണ് രാവിലെ? ഒരു ആന വീണിരിക്കുന്നു. എന്താ തോടാ? മൂപ്പ, ചിറ്റാൻമലയിൽ നമ്മൾ വെച്ച പൊതയില് ഒരു കേമൻ കൊമ്പ് വീണിരിക്കുന്നു. നന്നായല്ലോ. എപ്പോ? അറിയില്ല, രാത്രിയിലാ കണ്ടേ. കൂട്ടാനൊന്നും മാറിയിട്ടില്ല. ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചോ? ഇല്ലേ? എന്നാ പോയി പറയാ, ഞാനിതാ വരുന്നു. അപ്പാ, കാട്ടിലും കുഴിയിലും പോയി കിടന്ന് ദണ്ണം കൂട്ടാനാണോ പരിപാടി? വലിപ്പം വളരെ കൂടുതലാ. അതുകൊണ്ട് കയറ്റി കൂട്ടിലെത്തിക്കാൻ വലിയ പാടായിരിക്കും. തിരിച്ച് കാട്ടിലേക്ക് വിട്ടേക്കാം സാർ. വെറുതെ പുലിവാല് പിടിക്കണോ? മൂപ്പൻ എന്ത് പറയുന്നു? ഏറ്റവും പിന്നെ എനത്തിപ്പെട്ടതാ, കലി കൂടും. പക്ഷെ ലക്ഷണം നന്ന് കയറ്റി കൂട്ടിലെത്തിച്ച ഒരു കൊല്ലം കഴിയുമ്പോ അനന്തനെക്കാളും തലയെടുപ്പുണ്ടാവും. മെരുക്കിയെടുക്കാൻ പറ്റുമോ മൂപ്പ? മെരുങ്ങി കിട്ടാനാ പാട്. കിട്ടിയാ നല്ല പണിക്കാരനാവും. അടുത്ത കാലത്തൊന്നും ഇതുപോലെ ഒരെണ്ണം വീണിട്ടില്ല. താപ്പാനകൾ എപ്പോ എത്തും? ശിവൻ പോയിട്ടുണ്ട് കൊണ്ടുവരാൻ. എന്നാ പിന്നെ കൂട്ടിലെത്തിക്കാം അല്ലേ മൂപ്പ? ആ ശ്രദ്ധിക്കണം. ചെറ്റുകൊമ്പന. ശരി പോപ്പ.
ദിവസം 4-5 കാട്ടാനോടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് ഇനിയിപ്പോ കയറ്റി വിട്ടേക്കാന്ന് വെച്ചാലും കാര്യം കഷ്ടമാണ്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ, അപ്പോ ആരും കേട്ടില്ല. കാട്ടി കയറുമ്പോ മുറിവും ചതവും ഒക്കെ താനേ മാറിക്കൊള്ളും. കയറ്റി വിട്ടേക്കാം സാർ. അത് വേണ്ട. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആനയെ കൂട്ടിലെത്തിക്കണം. വാവച്ചനെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പറ്റിയ മറ്റൊരാളെ കണ്ടുപിടിക്കണം. നല്ല തഴക്കവും പഴക്കമുള്ള ഒരു തന്നെ അതിനെ ആരാ? വാവച്ചനേക്കാൾ തഴക്കവും പഴക്കവും ഉള്ള വേറൊരാള് ഉണ്ട്. ഒറ്റയാനെ പോലും തിളയ്ക്കുന്നവൻ, പ്രായിക്കര പാപ്പാൻ. അച്യുതൻ പാപ്പാനല്ലേ? കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിന് ഇടഞ്ഞ 4 ആനകളെ ഒറ്റയ്ക്ക് തളച്ചത് ഈ പാപ്പാനാ. സാറ് കേട്ടിട്ടില്ലേ? ആ, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അയാളിപ്പോ എവിടാന്ന് വെച്ച് വരുത്താനാ? മേൽവിലാസം ഇന്ത്യയിലുണ്ട്. പക്ഷേ ആളൊരുടക്കന് വരുമെന്ന സംശയം. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം സാർ. അച്യുതൻ പാപ്പൻ വന്നാൽ ആന കൂട്ടിലെത്തും, ഉറപ്പാണ് സാർ. എങ്കിൽ നമുക്ക് അയാളെ വരുത്താൻ നോക്കാം. ആ, രാത്രിയിൽ വാരിക്കുഴിക്കാവലിന് കുറവൊന്നും വരുത്തണ്ട. വേണമെങ്കിൽ 2-3 പേരെ കൂടെ ഇട്ടോ. ശരി സാർ. ഒരു കണക്കിന് റേഞ്ച് ഓഫീസർ പറഞ്ഞ ശരിയാ. നമ്മൾ കുഴിയിൽ നിന്ന് ആനയെ ഇങ്ങോട്ട് കയറ്റിയിട്ട് അങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കാട്ടാനകളുടെ കൂട്ടത്തിലേക്ക് സുതാളിയായിട്ട് അങ്ങോട്ട് പോയി. DFOയുടെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. അതുകൊണ്ടാണല്ലോ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പ്രായിക്കരയെന്ന് അച്യുതനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. എന്തിനാ തോമസ് സാറേ ഈ അച്യുതനും കിച്ചതിനും ഒക്കെ? ഈ ജോലി എന്നെ ഏൽപ്പിക്ക്. സാറും കൂടെ നോക്ക്. സാറേ ഞാനേ ഇങ്ങനെ ഇരിക്കും. സാർ നോക്കണ്ട. ഇതാ എന്താ ഇത്? തെറ്റുകൊമ്പിന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടിലേക്ക് ഇടും. അത് പിന്നെ ഞങ്ങൾക്കറിയില്ലേ. അവസാനം തന്നെ ആനയും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. നല്ലതോടാ. കേട്ടിടത്തോളം പ്രായക്കര പാപ്പാൻ ഒരു മിടുക്കന. ചട്ടവും മർമ്മവും ശരിക്കും അറിയാവുന്ന ആൾ. ഇതുപോലല്ല. ഓ പോടാ. നാട്ടുകാരറിഞ്ഞില്ലായിരുന്നെങ്കിൽ കൊമ്പും പാലും മുറിച്ചെടുത്ത് ഈ കുഴിയിൽ തന്നെ വെട്ടി മൂടാമായിരുന്നു. നിന്നെ കൊണ്ടാണെങ്കിൽ കേറ്റാനും പറ്റുന്നില്ല. കൊച്ചിയിൽ 6 പേരെ കുത്തിമലർത്തിയ കൊച്ചുകേശവനെ തളച്ച അച്യുതനെയാണ് കൊണ്ടുവരാൻ പോണത്. അയാൾ വന്നാൽ ആശാന്റെ കാര്യം പോക്കാം. അല്ലേ ആശാൻ? അല്ലേ അച്ചാപ്പൂ? ഒരു പോക്കുമില്ലടാ. അവൻ വന്ന് കുഴിയിടിച്ച് കാട്ടാനെ കയറ്റി കാട്ടിൽ വിടും. അല്ലാതെ കൂട്ടിലെത്തിക്കാനൊന്നും അവന് പറ്റില്ല. നീ കണ്ടോ? അതെന്തായാലും പാവത്തിനെ കൂടാതെ ഒരു പ്രമാണം ഇവിടെ വേണ്ട. അച്യുതന്റെ അന്ത്യം നമ്മുടെ കൈകൊണ്ട് തന്നെയായിരിക്കും. ദിക്കും കിടപ്പും വെച്ച് നോക്കിയാ കന്നിക്കോണിന്ന് ആരംഭിക്കാം. അല്ലേ മൂപ്പ? താൻ പറഞ്ഞത് ശരിയാ. അപ്പൊ സൂര്യൻ താണാലും വെട്ടം ഉറപ്പാ. കുഴപ്പമൊന്നുമില്ലല്ലോ മൂപ്പ. ഇല്ല, അച്യുതന്റെ കണക്ക് ശരിയാ. കൊമ്പൻ നിൽക്കും.
പാപ്പാനെ വെച്ച് നിർത്തിയോ നിർത്താം അങ്ങോട്ടാണ് പറയണേ കേട്ടോ ആരെ വലിച്ചു വിടുവാ അപ്പോ താൻ പോകാൻ തന്നെ തീരുമാനിച്ചോ? പോണം. DFOയുടെ അഭിപ്രായം താൻ ഇവിടെ തന്നെ നിൽക്കണമെന്നാ എന്റെ. വിളിച്ചപ്പോ താൻ വന്നു, ആനെ കൂട്ടിക്കയറ്റി. ഇനിയിപ്പോ അവനെ മെരിക്കുന്ന ജോലി കൂടി താനേക്ക്. വേണ്ട സാർ, അതിനൊക്കെ ഇവിടുത്തെ പാപ്പാമാർ ധാരാളമാണ്. പിന്നെ അത്രയും കാലം ഇവിടെ നിൽക്കാൻ എനിക്ക് വയ്യ. പോണം. താല്പര്യമില്ലെങ്കിൽ ഇയാൾ പോട്ടെ സാർ. എന്നാ മിസ്റ്റർ അലവ് കിട്ടൊരു കാര്യം ചെയ്യേ, എന്താ സാർ? ഈ യൂണിഫോം അയച്ചു വെച്ച് ഒരു തോട്ടി എടുത്ത് അങ്ങോട്ട് ചെന്ന് മെരിക്ക്. പച്ച പണി വാവച്ചന്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിന് പുതിയ കൊമ്പനെ മെരുക്കാൻ അവന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോരാത്തിന് കള്ളും കഞ്ചാവ് ഒഴിഞ്ഞ നേരവുമില്ല. അച്യുത, ആനയെ കൂട്ടിലെത്തിച്ചാൽ പാപ്പാന്റെ ജോലി തീരുന്നില്ല. അതിനെ മെരുക്കണം, എന്നാലേ അവന്റെ ജോലി മുഴുവനാവൂ. അതല്ലേ പാപ്പാന്റെ ധർമ്മം? അത് മതി അച്ചുവേട്ട, നമുക്ക് ഇവിടെ കൂടാം. ഒന്നുമില്ലെങ്കിലും അച്ചുവേട്ടന്റെ കൂടെ പണിയെടുത്തുന്ന് ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാലോ. അതെ ആശാനെ. സമ്മതിക്കച്ചതാ. ശരി. ആണ്ടിലൊരിക്കലെ സ്വർണ്ണക്കൊമ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കൂ, തമ്പുരാൻ കുന്നിലെ കെട്ടുകാഴ്ചയ്ക്ക്. ഓ, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. കൊമ്പും കോലും വായ്ത്താരിയും ഇത്തവണത്തെ മേളപ്പുകൾ കൂടാൻ അച്യുതം പാപ്പാൻ ഇവിടെ തന്നെ കാണും. ഇതിനോടകം എത്ര ആനയെ പിടിച്ച് മരിക്കി, എനിക്കും ഒരു ആനയെ പിടിച്ച് മരിക്കണം. എന്നിട്ട് വേണം അച്യുതം പാപ്പാനെ പോലെ കേമനായൊരു പാപ്പാനാകാൻ. ചട്ടം കുറച്ച് ആനപ്പുറത്ത് കേറാൻ പഠിക്കാം ആദ്യം, എന്നിട്ട് പോകാം ആനയെ പിടിക്കാൻ. പ്രായക്കരയിൽ തനിക്ക് ആരൊക്കെ ഉണ്ട്? ആരുമില്ല, ഒറ്റത്തടിയാ. അതാ സുഖം, സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. ആ, ഒറ്റയാൻ. അതാ താൻ എവിടെയും സ്ഥിരമായിട്ട് തങ്ങാത്തത്. അത് പോരച്ചുതാ, ഒരു കുടുംബം അത് വേണം. വേണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല മൂപ്പ. തോന്നാഞ്ഞത് അച്യുതം പാപ്പാന്റെ ഭാഗ്യം. കഷ്ടകാലത്തിന് എനിക്കൊരു പെണ്ണിനോട് പൂതിയുണ്ട്. അവളെ എന്റെ പിടിച്ചാക്കി. ഭാര്യ ഭാര്യ അന്ന് തുടങ്ങിയതാ എന്റെ ഈ അധോഗതി. നീ എവിടെ പോയിരുന്നു? നേരം കുറെ ആയല്ലോ. അത് ഞാൻ ചാണയ്ക്ക് വെക്കാൻ പോയതാ, കത്തി. ആഹാ, കേട്ടോ അച്യുതാ, ഞാനൊരു കാര്യം എന്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അത് നടന്നാൽ അന്ന് ഞാൻ എന്റെ മൂപ്പന് സ്ഥാനം ഒഴിയും. ചാരായം വേണ്ട ശിവ, ഞാൻ കുടിക്കത്തില്ല. എന്താ അത്? എന്താണ്? കഷായം, കഷായം? ഹോമിയോ കഷായം. ഇവിടെ കൊണ്ടുവാ, ഞാൻ കൊണ്ടുവരാൻ. തുറക്ക. അടിച്ചേ തുറക്കാവുന്ന, അതുകൊണ്ട്
ചാരായം ചാരായം കുടിക്കാത്ത പാപ്പാന്മാർ. പാപ്പാന്മാർ ചാരായം കുടിക്കണം ഏത് ചട്ടത്തിലാ പറഞ്ഞിരിക്കുന്നത്? ആനക്കാരൻ കുടിക്കരുതെന്നാ ചട്ടം, മനസ്സിലായോ? ആ, അടപ്പ്. എന്റെ മോനാ ചന്ദ്രൻ, പാപ്പാൻ പണി വയ്യാഞ്ഞിട്ട് ഡ്രൈവറാവാൻ നടക്കുക. അറിയില്ലേ പുതിയ പാപ്പാൻ അച്യുതൻ? ആ കേട്ടു. എവിടെന്നെങ്കിലും ഒരുത്തം വരും, എന്തെങ്കിലുമൊക്കെ കാണിക്കും. പിന്നെ നാട്ടുകാർക്കൊക്കെ അത് പറയാനേ നേരമുള്ളൂ. ചന്ദ്രൻ കോട്ടെ മൂപ്പ ഇന്ന് ഇവിടെ കൂടാൻ വേണ്ട, അച്യുതൻ ഇന്ന് എന്റെ കൂടെയാ. കോട്ടെ. കുടിക്കുന്നതാണ് എന്റെ ചട്ടം. എന്തിനാണ് ആശാനെ ഈ മുണ്ടാപ്രാവിനോട് ചോരില്ലാതെ ഇങ്ങനെ? കൊത്തും, കൊത്തി അറിയും ഞാൻ. എന്നെ തോൽപ്പിച്ചൊരു നായിന്റെ മോനും ഇവിടെ ജീവിക്കണ്ട. ഓ, അങ്ങോട്ട് തോറ്റതിന് ആനയോടാ വാശിയല്ലേ? അയ്യോ, അയ്യോ, തലയിൽ ആശാൻ. അയ്യോ, 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 അടിക്കണേ. അയ്യോ, അയ്യോ. ആനയെ തല്ലുന്ന കാരവടി കൊണ്ട് ആളെ തല്ലരുത്. തല്ലുവിടാ. വാവത്തിനെ ഉപദേശിക്കാൻ ഒരു പട്ടി മറന്നിട്ടില്ല. ഉപദേശമൊന്നുമല്ല, താക്കീതാ. മേലാലി പന്തിയിൽ ആവർത്തിക്കരുത്. വിട്ടേക്ക്. ഈ തലയ്ക്ക് വട്ടുള്ള കുരങ്ങന്മാര് മൂക്കറ്റൻ ചാരായം കുടിച്ചിട്ട് ഇഞ്ചിയും കൂടെ തിന്നാ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥയിലാ വാവച്ചനാശാൻ. വട്ട് നിന്റെ തന്തയ്ക്കാ. കണ്ടോ, തന്തയ്ക്ക് പറയുന്നത് മൂത്ത വട്ടിന്റെ ലക്ഷണോ? ഭാഷ ഇവിടെ ഇവിടെയാ പറഞ്ഞത്. ഉറാ. പോ. പോവാൻ. വെട്ടുപോത്തിനെ പിന്നെ ഉപദേശിക്കാം. ഇത് കാണ്ടാമൃഗമാ. എന്ത് കാണ്ടാമൃഗം? കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ഒരു നടത്തം മാത്രമേ ഉള്ളൂ. ഒരു മയവുമില്ലാതെ വെട്ടി വിഴുങ്ങണ പോത്തിറച്ചി അദ്ദേഹം മുഴുവൻ. തെക്കന്റെ ബലത്തിലല്ലേ ഈ കളി മുഴുവൻ കളിക്കുന്നത്. മുറുകപുരം തേരച്ച് തേച്ചാ മതി, കരിഞ്ഞോളും. അപ്പോഴത്തോ സാരമില്ല. ഇവൻ എന്താ ഒരു പേരെടുക്കാൻ മൂപ്പ? ഞാൻ പറയാ, കൊമ്പനാന. ഞാനൊക്കെ ചുരുക്ക ആന. പറ്റിയ പേര് അച്യുതൻ തന്നെ ഇട്. നിനക്കാണ് എന്റെ അവകാശം. അയ്യപ്പൻ. അത് കൊള്ളാം അല്ലേ മൂപ്പ? സാക്ഷാൽ ധർമ്മശാസ്താവിന്റെ പേരല്ലേ ഭഗവാന്റെ. അയ്യപ്പാ മോനെ, അടങ്ങടാ. മേട ഇത്തിരി കൂടും. ആ, അച്ചോട്ടിന്റെ അടുത്ത് എവന്റെ ഒരു വിളയാട്ടവും നടക്കില്ല മൂപ്പ. അയ്യപ്പനെ തന്നെ ഏൽപ്പിക്കുക. ആ എന്തുണ്ടെങ്കിലും എന്നോട് പറയണം. ഓ വരട്ടെ മൂപ്പ. ആട്ടെ. വാ. സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആനകളെന്ന് വെച്ചാൽ. ഇനിയിപ്പോ ഇവനൊരു പദം വരുന്നത് വരെ അദ്ദേഹം കൂടെ കൂടെ വരും. നാശം എത്തി വെളിവില്ലാതെ നോട്ടം കണ്ടില്ലേ കോണ്ടാരടന്ന്. എന്താ ഭാവച്ച? കണാരേട്ടൻ എന്തെന്ന് ചോദിക്കാൻ നിന്നപ്പോ ഒരുത്തി തന്റെ ഭദ്രകാളിയെ പോലെ തുള്ളിക്കൊണ്ട് അകത്തേക്ക്. അല്ല, അവൾക്കെന്താ എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചില്? നിന്റെ മട്ടുമാതിരി അതല്ലേ നിന്റെ ഒരു ഒടുക്കത്തെ കുടിയും. ഞാൻ കുടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. കൂടി ഞാനങ്ങ് നിർത്തിയേക്കാം. പക്ഷെ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? ഞങ്ങളുടെ കെട്ട് എന്റെയും ഗൗരിയുടെയും. അത് ഇന്ന് തീരുമാനിക്കണം. ഒന്നും തീരുമാനിക്കാനില്ല. ഇയാളെ കെട്ടാൻ എനിക്ക് സൗകര്യമില്ല. അതിന് വേറെ ആളെ നോക്കിക്കോ. കിടന്ന് തുള്ളാനകത്ത് കയറിപ്പോടി. അവള് തുള്ളട്ടെ ഇടത്തി. ഇതുപോലെ ഇളക്കമുള്ള എത്ര മതയാനകളെ തളച്ചവനാണ് ഈ വാവച്ചൻ. പിന്നെ ഈ പിടിയാന. തുള്ളിക്കോ തുള്ളിക്കോ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വീട്ടുമുറ്റത്താണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചൂലെടുത്തടിക്കും. പറഞ്ഞേക്കാം. എനിക്ക് പോടോ. നിർത്തേരി ഒരുമ്പെട്ടോണേ. നിന്നോടല്ലേ പറഞ്ഞ അകത്ത് കയറി പോകാൻ. ഭാവത്തിന് ഇപ്പൊ പോ. ഞാനിപ്പോ പോവാ.
എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാടി നീ? രാജകുമാരിയാ? നീ എന്തു ഭാവിച്ചാ? തള്ള ചൊല്ലാ വാവല് തല കിഴക്കനാൻ പാടാ. പ്രായം ഒരു പറഞ്ഞ കേട്ടാ നിനക്ക് നല്ലത്. നിന്നെ ഓർത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്രേ സമാധാനായി ഞങ്ങക്ക്. കള്ളം കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരുത്തന്റെ തലയില് എന്നെ കെട്ടിവെച്ചാ നിങ്ങക്ക് സമാധാനാവും. പൊന്നും പണ്ടൊന്നുമില്ലാതെ വാവച്ച് നിന്നെ ചോദിക്കണേ. ഞങ്ങളുടെ കണ്ണടഞ്ഞ നിനക്കൊരു തുണ വേണം. ആണുങ്ങളായ ഇത്തിരി കുടിക്കും എന്ന് വെച്ചാൽ അവൻ സ്നേഹമില്ലാത്തതൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളെ ഇഷ്ടമല്ലെന്ന്. അതിലും ഭേദം വല്ല കൊക്കയിലും ചാടി മരിക്കുന്നതാ. എന്നാ വരും പൊന്നും പണ്ടവും കൊണ്ട് രാജകുമാരൻ മുടിയാൻ പറഞ്ഞ സന്തതി. നിന്നെ പിഴച്ചു വെച്ചപ്പോഴേ 2 കൈ നീട്ടി വാങ്ങിയത് ഞാനാ. അതിന്റെ നന്ദിയെങ്കിലും വേണോടി. തള്ള പിഴച്ചു പറ്റത് അവരുടെ കുറ്റം കൊണ്ടല്ലോ. സാരമില്ല. ആനക്കാരനായാൽ 6 കണ്ണു വേണം, ഉറച്ചൊരു മനസ്സും. അല്ലെ ആനയുടെ കൊമ്പലിരിക്കും. വിളിക്കുന്നു. പ്രായക്കരയില് പാപ്പാൻ ആരൊക്കെ ഉണ്ടടി? കൊച്ചുപാപ്പ വല്ലതും പറഞ്ഞോ? 6-7 പിള്ളേരും ഭാര്യയും. താൻ എന്തിനാ ഇതൊക്കെ തിരക്കണേ? ഞാൻ വെറുതെ ചോദിച്ചതാ. ആരുണ്ടായാലും തനിക്കെന്താ? മനസ്സിലാവുന്നുണ്ട്. അത്രയ്ക്ക് വലിയ തമാശയാണെങ്കിലേ ഞാനും കൂടി കേക്കട്ടെ. തമാശയൊന്നുമല്ല. പിന്നെ അച്ചോട്ടിന്റെ ഭാര്യയും കുട്ടികളെയും പറ്റി പറയായിരുന്നു. അതാണോ കാര്യം? പ്രായക്കരയില് നാട്ടുകാർ അറിഞ്ഞോണ്ട് ഒരു ഭാര്യ, കൊച്ചിയിലും നിലമ്പൂരും നാട്ടുകാരറിയാതെ വേറെ, എല്ലാം കൂടി പിള്ളേര് 10-12 എണ്ണമുണ്ട്. ഈ കുടുംബാസൂത്രത്തെ പറ്റി പാപ്പന് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? പിന്നെ ഈ ആനക്കാരെവിടെ ചെന്നാലും പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കും ഒന്ന് അടുത്തുകൂടാൻ. അതൊക്കെയല്ലേ ഞങ്ങൾ പാപ്പാന്മാരുടെ പ്രത്യേക സ്വഭാവം. അയ്യടാ, എന്നാലേ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വേണ്ട കേട്ടോ. കൊല്ലും ഞാൻ. ആനപ്പന്തി നിനക്കെന്താടി കാര്യം? ഓടി വീട്ടില് എന്ന് പറയാൻ താനാരാ? നിനക്കറിയില്ലേ? എന്നാ കേട്ടോ, നിന്നെ കെട്ടാൻ പോണോൻ താൻ മാത്രം തീരുമാനിച്ചാ മതിയോ? തൽക്കാലം അത് മതിയടി. വാവച്ചനൊന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. ആശാനെ, ആ കയ്യങ്ങടക്ക്. എടാ, എന്റെ പെണ്ണിന്റെ കൈ കയറി പിടിക്കാൻ നിന്റെ അനുവാദം വേണോ? ഓടി വീട്ടില്. എന്റെ ആശാനാണല്ലോ എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. കയ്യും കെട്ട് കൊള്ളുന്നതൊക്കെ അങ്ങ് നിർത്തി. ഇനി ആവശ്യമില്ലാതെ എന്റെ നേരെ കൈ ഓങ്ങിയാൽ ഓങ്ങുന്ന ആ കൈ ഞാൻ വെട്ടും. നീ ഞൊട്ടും. അതെ, അത് അവര് തമ്മിൽ തീർത്തോട്ടെ. പറഞ്ഞ കേൾക്കൂല അല്ലേ ഏട്ടാ?
കണ്ണി ചോരയില്ലാത്തവനാ വാവച്ചൻ. പോരാത്തതിന് തെക്കന്റെ ആളും. തെക്കന്റെ ആൾക്കാരോട് ഇടയാൻ പോയ ആർക്കും ഇവിടെ മനസമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല. ആരാ ഈ തെക്കൻ? ഞാനിവിടെ വന്നത് മുതൽ കേൾക്കുന്നു. ഈ കാട് ഭരിക്കുന്ന രാജാവ്. എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. അതെങ്ങനെ? അയാൾ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നാട്ടിലാ. കാടാറ് മാസം കഴിഞ്ഞ് നാടാറ് മാസത്തിലാ. ഒരു ദിവസം അയാൾ വരും കാടിളക്കാൻ. അന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് കർത്താവിന് മാത്രം അറിയാം. തന്നെ അവിടെ കിടന്നോ. ഞാൻ പറയും പോലെ അനുസരിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതെന്താണ് ഞാനത് കിടക്കാൻ പറഞ്ഞു. എണീക്കാൻ പറഞ്ഞു കിടക്കുക. പുറംകാലം കൊണ്ട് ഒരു അടി എന്ന ചടങ്ങി പോവും. 6 മൈൽ അപ്പുറത്ത് മാറി നിന്നല്ല ആനയോട് കാര്യങ്ങൾ പറയേണ്ടത്. അല്പം കൂടി ധൈര്യം കാണിക്കേട്ട. എന്നും ഇങ്ങനെ ആനപ്പിണ്ടോ മാറി കഴിഞ്ഞാ മതിയോ? എടാ ശിവ, കളിയാക്കല്. ഈ പേടി എന്ന വാക്കിന്റെ അർത്ഥം പോലും എനിക്കറിയില്ല. പിന്നെ എന്താ സൂക്ഷിച്ചാൽ നമ്മൾ സൂക്ഷിക്കണ്ടല്ലോ എന്ന് കരുതിയ. ഉവ്വ, ഇന്ന് ഞാൻ ചേട്ടന്റെ പേടി മാറ്റിത്തരാം. വാ കേറാം. ശിവ, ഞാൻ പറഞ്ഞു കേൾക്ക്. സൈക്കിളിന്റെ പുറത്താണെങ്കിൽ എങ്ങനെയും കയറാം. ഇത് ആനയാ. ചിലപ്പോ ആന എന്നെ കണ്ടു പഠിച്ച ഒന്നും പേടിക്കില്ല. കേറാനാ പറഞ്ഞത്. കാല് വെച്ച് കേറും. അങ്ങോട്ട് കേറ്. ഞാനിവിടെ ഉണ്ട്. കേറിയേട്ടാ. കൊണ്ടുന്നു പോലെ ശിവ, ആന എന്നെ കണ്ടിട്ട് പേടിച്ച് പറയ്ക്കുന്നു. മോനെ, എന്തൊരു സുഖം മോനെ. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കില് 2 ദിവസം മുമ്പ് കയറിയിരിക്കായിരുന്നു അല്ലേ? അധികം തിരിക്കില്ല കേട്ടോ. മൂപ്പന്റെ മഴ പവറൊന്നും എന്റെ അടുത്ത് വേണ്ട. അതെ, വരട്ടൊക്കെ അങ്ങോട്ട് വേണ്ട, ഇവിടെ മതി. ഓ, ഓർത്തില്ല. നമ്മൾ അടുത്ത മൂപ്പനാൻ വേണ്ടി കച്ച കെട്ടിരിക്കാണ്ടോ. ദോഷം പറയുന്നുണ്ടോ? ജോലി കൊള്ളാം. നല്ല മൂപ്പന് നല്ല മൂപ്പി. നല്ലതുപോലെ മൂക്കുന്നുണ്ടല്ലോ മൂപ്പ.